അപ്പേ നിങ്ങൾ ചിന്തിക്കുന്നതും നിങ്ങൾ പറയുന്നതും നിങ്ങളുടെ അഭിപ്രായങ്ങളും സത്യത്തിൽ നിങ്ങളുടേത് തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഒരുപാട് കമൻറ്റുകൾ ഇടുന്നുണ്ടായിരിക്കും, വീഡിയോസ് ഇടുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റ് പല ആളുകളെയും സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ സത്യത്തിൽ പല ആളുകളെയും നിങ്ങൾ ഫോളോ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ സത്യത്തിൽ നിങ്ങളുടെ ഈ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ അഭിപ്രായങ്ങൾ ഇതെല്ലാം നിങ്ങളുടേത് തന്നെയാണോ എന്ന് നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ചില ആളുകളെ നമ്മൾ കണ്ണടച്ചങ്ങ് ആരാധിക്കും അല്ലേ? ചില അവരുടെ ആ ഒരു മനോഹരമായ മുഖത്തിൻ്റെ അല്ലെങ്കിൽ അവരുണ്ടാക്കി വെച്ച ആ ഒരു ഇമാജിൻ്റെ പുറകിൽ ചിലപ്പോൾ ഒരു ഡാർക്ക് സൈഡ് ഉണ്ടായിരിക്കും. അതിനെക്കുറിച്ചൊന്നും അറിയാതെ നമ്മൾ ഈ മനോഹരമായ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അവരുടെ ഈ ഒരു ഫേക്ക് ആയിട്ടുള്ള ഈ മുഖത്തെ കണ്ട് നമ്മൾ അവരെ ആരാധിക്കാനും സാധ്യത വളരെ കൂടുതലാണ്. ഞാനും നിങ്ങളുമൊക്കെ പല അഭിപ്രായങ്ങളും പറയാറുണ്ട് അല്ലേ? രാഷ്ട്രീയപരമായിക്കോട്ടെ, എക്കണോമിക് പരമായിക്കോട്ടെ, അങ്ങനെ ഏതൊക്കെ രീതിയിലായിക്കോട്ടെ നമ്മൾ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഈ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ആണോ അതോ മറ്റാരോ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് ഈ ഒരു അഭിപ്രായം പറയിപ്പിച്ചതാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെയൊക്കെ വലിയ വലിയ PR ടീമുകൾ നടത്തുന്നുണ്ട്. നമുക്കറിയാം, ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ എടുത്തു നോക്കുകയും അവർക്ക് അവരുടേതായിട്ടുള്ള PR ടീമുണ്ട്. അതുപോലെ ഏതൊരു എന്തായിക്കോട്ടെ, ഒരു സ്ഥാപനമായിക്കോട്ടെ, എന്തിന് ഒരു ബിഗ് ബോസ് പോലുള്ള ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ? ഇവർക്ക് PR ഉണ്ട്, ഇത്ര ലക്ഷത്തിൻ്റെ PR ഉണ്ട്, ഇത്ര ലക്ഷത്തിൻ്റെ PR ഉണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ബിഗ് ബോസിലുള്ള സമയത്ത് നമ്മൾ ഭയങ്കര പാവമായിട്ട് അല്ലെങ്കിൽ കപ്പൊക്കെ കിട്ടി ഭയങ്കര ആരാധിച്ചിരുന്ന പല കേരളത്തിലുള്ള ഒട്ടുമിക്ക ആളുകളും വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത പല ആളുകളും അതിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവരുടെ ആ ഒരു പ്രതിച്ഛായക്ക് വലിയ രീതിക്ക് കോട്ടം വന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അതായത് അവരതിൽ നിന്ന് ആ ഒരു കോൺട്രാക്റ്റിൽ നിന്ന് പുറത്തോട്ട് വരുന്നതോട് കൂടിയിട്ട് അവർക്ക് ഈ PR ടീമിൻ്റെ സപ്പോർട്ട് ഇല്ലാതെയാവും. ആ PR ടീമിൻ്റെ സപ്പോർട്ട് നഷ്ടപ്പെടുന്നതോടുകൂടി അവരുടെ ആ ഒരു പ്രതിച്ഛായക്ക് ഒരു വലിയ തോതിൽ ഇടിവുണ്ടാകുന്നത് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. പല സെലിബ്രിറ്റികളിലും ഇപ്പോൾ ഉദാഹരണത്തിന് അല്ലെങ്കിൽ വേണ്ട, ഞാൻ പേരെടുത്ത് പറയാം. നിങ്ങൾക്ക് ഈ ബിഗ് ബോസിൽ ഞാൻ ഉദാഹരണം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. PR ഉപയോഗിച്ചത് കൊണ്ട് മാത്രം വിജയിച്ച പല ആളുകളുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അവർ അതിൽ നിന്ന് പുറത്തോട്ട് വന്നതിന് ശേഷം അവരുടെ ക്യാരക്ടറിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള ന്യൂസുകൾ വരുന്നു. അവരതിൻ്റെ ഉള്ളിലുള്ള സമയത്ത് എന്തുകൊണ്ട് ആ ന്യൂസ് പുറത്തോട്ട് വന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ ന്യൂസിനെ കുറിച്ച് ജനങ്ങൾ ചർച്ച ചെയ്തില്ല? ആ ചർച്ച ജനങ്ങൾക്കിടയിൽ എത്തുന്നതിനേക്കാളും വലിയ വലിയ മറ്റ് ചർച്ചകൾ ഇട്ടുകൊടുത്ത് അവരെ ഇങ്ങനെ ഹീറോ പരിവേഷത്തിൽ എത്തിച്ചത് ആരായിരുന്നു? യെസ്, PR ടീം തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു PR ടീമിൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളെ കണ്ണിൽ കാണാതെ നമ്മുടെ ചിന്തകളെയും നമ്മളെ അഭിപ്രായങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുന്നത് വ്യത്യസ്തമായ PR ടീമുകളാണ് അല്ലേ? ചില രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അവർ എത്ര കൊള്ളരുതായ്മകൾ ചെയ്താലും അവരുടെ നല്ല വശങ്ങൾ മാത്രം സോഷ്യൽ മീഡിയയിൽ കാണും. അവർ ചെയ്തു കൂടിയ പാപങ്ങളൊക്കെ ഇപ്പോൾ ചില സമയത്ത് ചില ആളുകളെ പറ്റി വളരെ നെഗറ്റീവായിട്ടുള്ളൊരു സംഭവമായിരിക്കും അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിൽ നമ്മളെ കേരളത്തിലെ രാഷ്ട്രീയം തന്നെ എടുത്തു നോക്കാം. ഈ പിണറായി സർക്കാർ ഇറങ്ങിയ സമയത്ത് പിണറായി വിജയൻ സാറിനും അതുപോലെ LDF സർക്കാരിനും ഭയങ്കര മോശം ഫേസ് ആയിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നത്. നമ്മളെ സതീശൻ സാറിൻ്റെ സ്മൈലും സതീശൻ സാറിൻ്റെ സ്പീക്കിംഗ് സ്കില്ലും ആളുകളോടുള്ള നയത്തിലുള്ള സംസാര രീതിയും അതുപോലെ റിപ്പോർട്ടേഴ്സിനോടുള്ള പെരുമാറ്റവും ഇതൊക്കെ ആയിരുന്നു നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? പക്ഷെ ഇവർ ഭരണത്തിൽ കയറി കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഈ പ്രളയമൊക്കെ വന്ന സമയത്ത് കുറച്ച് മഴ വന്ന് കുറച്ച് വെള്ളമൊക്കെ അങ്ങ് കയറി, പ്രളയം എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും വെള്ളമൊക്കെ കയറിയ സമയത്ത് നേരെ ഉൾട്ടായി. നിങ്ങൾ ശ്രദ്ധിച്ചു, അത് LDFൻ്റെ PR കുറച്ചുകൂടെ കയറി. അപ്പോൾ പിണറായി വിജയൻ സാറിനെ ഒന്നിങ്ങോട്ട് പതപ്പിച്ച് വെച്ചു അല്ലേ? അപ്പോൾ എന്താ വെച്ചാൽ സത്യത്തിൽ ഈ നമ്മൾ കാണുന്നത് ഒക്കെ സത്യമാണോ? അല്ല, നമ്മൾ കാണുന്നതിലധികവും ഈ പറയുന്ന ആളുകൾ ഇതിൻ്റെ പിന്നിൽ ലക്ഷങ്ങളുടെ ബിസിനസ് നടക്കുന്നുണ്ട്. ഇവർ പടച്ചു വിടുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മൾ കുറേ സമയം നമ്മൾ ഈ പറഞ്ഞ കമൻ്റ് ഇടാനും പ്രതിഷേധിക്കാനും ഒക്കെ ഉപയോഗിക്കുമ്പോൾ സത്യത്തിൽ ഇതിൻ്റെ റിയാലിറ്റി മറ്റൊന്നാണ് അല്ലേ?
ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കോക്രോച്ച് ജനതാ പാർട്ടി സ്റ്റുഡൻസ് നടത്തുന്ന നല്ലൊരു സമരം തന്നെയാണ്. പക്ഷേങ്കിലും അതിൻ്റെ അവർ അതിന് PR വെച്ച് എന്നൊന്നല്ല കേട്ടോ. പക്ഷേങ്കിലും സ്റ്റുഡൻസ് വലിയ രീതിക്കുള്ള സ്റ്റുഡൻസ് ഇതായിരുന്നു. അവർ ഇതിന് നന്നായിട്ട് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു, മറ്റ് കാര്യങ്ങളുണ്ടായിരുന്നു അല്ലേ. മോദി സർക്കാർ ഇനി എത്ര വീഡിയോസ് എടുത്ത് പുറത്ത് കളഞ്ഞാലും ഈ കുട്ടികളിങ്ങനെ പാറ്റകളെ പോലെ ഇങ്ങനെ പെരുക്കി വരുന്ന കുട്ടികളാണ്, നമ്മൾ പുതിയ തലമുറയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ ഷെയർ ചെയ്ത് പോകുമ്പോൾ ഇവരെടുത്തു കളയുന്നതിലും നമ്മളിലോട്ടൊക്കെ ആ വിഷ്വൽസ് എത്തി അല്ലേ. ഇനി ഇവർ എടുത്ത് കളഞ്ഞാലും നമ്മളെല്ലാവരുടെയും മനസ്സിലുണ്ട് ഡൽഹി പോലീസ് ആ സ്റ്റുഡൻസിന് നേരെ നടത്തിയ അക്രമവും ആ കുട്ടികൾ അവിടെ പൊരുതി നിന്നതൊക്കെ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ കണ്ണിൻ്റെ മുന്നിൽ ഇങ്ങനെ ഉണ്ടല്ലേ. ആരാണ് നമ്മളിലോട്ട് ഇട്ട് തന്നത് അല്ലേ? ഈ ഒരു സോഷ്യൽ മീഡിയയെ അവരെ യൂസ് ചെയ്തു. അതുപോലെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ട് നമ്മളിലോട്ട് ചിന്തകളും നമ്മളുടെ അഭിപ്രായങ്ങൾ വരെ മാറ്റുകയും നമ്മുടെ ചിന്തകളെ മാറ്റുകയും ചെയ്യുന്ന ഒരു വലിയ രീതിക്ക്, ഉദാഹരണത്തിന് അവർ നടത്തുന്നത് എങ്ങനെ പറയാം, ചില കാര്യങ്ങളെ ചില അജണ്ടകൾ നടത്താൻ വേണ്ടിയിട്ട് വരെ ഇത്തരത്തിലുള്ള ടീം ശ്രമിക്കാറുണ്ട്. ചില ഭയങ്കര കുറ്റകൃത്യമായിട്ടുള്ള പല സംഭവത്തിനെയും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലോട്ട് ദോഷം ചെയ്യുന്ന പല സംഭവത്തിനെയും നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ ടീമുകൾ പല കാര്യങ്ങളും നടത്താറുണ്ട്. അതുപോലെ തന്നെയാണ് എന്താ പറയുക, ഇതുപോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന, ഇപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവരാരാണോ അവരുടെ നെഗറ്റീവ് കാണിച്ചുകൊണ്ട് ഈ ഒരു സൈഡിലുള്ള ആളുകളെ ഇങ്ങനെ ഒരു എന്താ പറയുക, അവരുടെ പ്രതിച്ഛായ ഇങ്ങനെ കൂട്ടി വന്ന് നമ്മുടെ മനസ്സിൽ ഓക്കെ ഇവരാണ് നമ്മളെ ഹീറോസ്, ഈ ഒരു ആളാണ് നമ്മളെ നയിക്കേണ്ടത്, ഇയാളെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലോട്ട് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന പല രീതിക്കും ഭയങ്കര എന്താ പറയുക ക്രിയേറ്റീവായിട്ട് പോസ്റ്റ് ഇടാൻ പറ്റുന്ന നല്ല വീഡിയോസ് ഇട്ട് ജനങ്ങളെ ഇളക്കാൻ പറ്റുന്ന, ജനങ്ങളുടെ മനസ്സിനെ തട്ടിക്കുന്ന രീതിക്ക് വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനൊക്കെ കഴിവുള്ള ക്രിയേറ്റിവിറ്റി ഒരുപാടുള്ള ഈ ഒരു ടീമിൻ്റെ നിയന്ത്രണത്തിലാണ് ഞാനും നിങ്ങളും. അപ്പോൾ ഇനി നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ പല കമൻറ്റുകളും ഇടുമ്പോൾ ഒന്ന് ചിന്തിക്കുക, ഇത് ശരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ഇത് തന്നെയാണോ ശരിയെന്ന് റീതിങ്ക് ചെയ്യുക, എന്നിട്ട് കമൻറ്റ് ഇടുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ 2 ദിവസം കഴിഞ്ഞാൽ ഇവരുടെ കോൺട്രാക്റ്റ് കഴിയുകയോ അല്ലെങ്കിൽ 2-3 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണും. ചില സമയത്ത് ചില വ്യക്തികളെ സോഷ്യൽ മീഡിയ അങ്ങ് എടുത്ത് പൊക്കി തലയിൽ വെക്കും അല്ലേ, എന്നിട്ട് അതുപോലെ അങ്ങ് താഴോട്ടിടും. ഈ ജാസി, ഹെലനോസ് പാട്ട, അതേപോലെ ജാസ്മിൻ ജാഫർ, ഇത് പല ആളുകളൊക്കെ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. രേണു സുധി, ഇവരൊക്കെ ചില നേരത്ത്, അതേപോലെ ഹനാൻ ഷാ, അതുപോലെ കൃഷ്ണകുമാറിൻ്റെ മക്കൾസ്, അവരുടെ ഫാമിലി, പേളിമാണി ഒക്കെ ഇതിൻ്റെ ഒരു വിക്ടിം എന്നല്ല, അവരതിൻ്റെ 2 സൈഡും അനുഭവിക്കുന്നുണ്ട്. ചില സമയത്ത് സോഷ്യൽ മീഡിയ ഇവരൊക്കെ ഇങ്ങനെ എടുത്ത് തലയിൽ വെക്കും. ആൻഡ് ചില നേരത്ത് ആരൊക്കെയോ ചേർന്നിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ മാറ്റി ഇവരൊക്കെ താഴോട്ട് ഇടുകയും ചെയ്യും. അപ്പം നമ്മുടെ ചിന്തയെ ശരിക്കും നിയന്ത്രിക്കുന്നത് നമ്മളാണോ ആൻഡ് ഇതുപോലുള്ള ടീംസ് ആണോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. Thank you for watching this video. Please subscribe and support me.